അച്ഛാ അച്ഛാ 10 വർഷമായി പോയിട്ട് മരിച്ചു പോയതാണെങ്കിൽ മരിച്ചു പോയെന്ന് വെക്കാം. ഇത് മീൻ വറുത്തത് കിട്ടാതെ തന്നെ പെരുമഴയത്ത് കുട പോലും ഇല്ലാതെ പോയ എന്റെ അച്ഛാ. അച്ഛാണോ ഇങ്ങനെ കരച്ചില് കേട്ടാ വിചാരിക്കും ഇന്നങ്ങാണ്ട് അച്ഛനെ കാണാതെ പോയെന്ന്. 10 വർഷമായി പോയിട്ട്. അല്ല നിങ്ങൾക്ക് ഇന്ന് ജോലിക്കൊന്നും പോകണ്ടേ? അത് പിന്നെ ഞാൻ ജോലിക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത് ഒരു കറുത്ത പൂച്ച അങ്ങ് വട്ടം ചാടി. കറുത്ത പൂച്ച വട്ടം ചാടി കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ ഗുണ ജോലിക്കൊന്നും പോവാൻ പാടില്ല, അറിയാലോ. എന്റെ ദൈവമേ, ഏതോ ഒരു ചന്തയിൽ കിടക്കുന്ന കറുത്ത പൂച്ചയെ എടുത്തോണ്ട് വന്ന് അതിന് ട്രെയിനിങ്ങും കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ ജോലിക്ക് ഇറങ്ങാൻ നോക്കുമ്പോ അതിനെ വട്ടം ചാടിപ്പിക്കും. ആ പേരും പറഞ്ഞ് വീട്ടിലിരിക്കാനാണ് പതിവ്. നല്ല സ്വഭാവം തന്നെ. താങ്ക് യു. നാണമില്ലല്ലോ പെണ്ണുപിള്ളയുടെ ചെലവിൽ ഇങ്ങനെ ജീവിക്കാൻ. എന്ത് ചെയ്യാനടി, പാരമ്പര്യമായി പോയി. പക്ഷേ നീ കണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു ലക്ഷ്യപ്രഭു ആയിരിക്കും. എന്താ ഇത്ര ഉറപ്പ്? ഞാൻ മെനക്കെട്ട് ലോട്ടറി എടുക്കുന്നുണ്ടടി. താണ്ടേ നിങ്ങൾ കൊറേ നേരം കൊണ്ട് ആരോ കിടന്ന് വിളിക്കുന്നു. ഈ നേരത്ത്. ഹലോ ഹലോ, ആരാണ്? ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണേ. പറയൂ. നിങ്ങൾ അച്ഛന്റെ ഇൻഷുറൻസ് 20 ലക്ഷം രൂപ സാങ്ഷൻ ആയിട്ടുണ്ടേ. എത്ര? 20 ലക്ഷം രൂപ. അതിന്റെ വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഒരു ഓഫീസർ നിങ്ങളെ വീട്ടിലോട്ട് വരുന്നുണ്ടേ. അപ്പൊ വരുന്ന ഓഫീസർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ കൊടുക്കണേ. എന്തിനി? ആ വരുന്ന ഓഫീസർ ഞാനാണ്. 20 ലക്ഷം രൂപ. അച്ഛാ എടി ഇങ്ങോട്ട് വന്നാണ്. 20 ലക്ഷം രൂപയുടെ മുതലാടി നിൽക്കുന്നേ. എടി അച്ഛന്റെ ഇൻഷുറൻസ് 20 ലക്ഷം രൂപ സാങ്ഷൻ ആയെന്ന്. അതിന്റെ വെരിഫിക്കേഷന് നാളെ ഏതോ ഓഫീസർ വരും. അതിന്റെ കാര്യം പറയാനാ വിളിച്ചത്. എന്റെ പ്രാർത്ഥന ഫലിച്ചല്ലോ എന്റെ കൃഷ്ണ. എന്തോ അല്ല, ജീവിച്ചിരുന്നപ്പോഴോ ഒരു ഗുണവും ഇല്ലായിരുന്നു, മരിച്ചപ്പോഴെങ്കിലും ഗുണം ഉണ്ടായല്ലോ. എടി നിനക്ക് എന്റെ അച്ഛനെ കണ്ണെടുത്താ കണ്ണൂടായിരുന്നല്ലോ. അങ്ങനെ പറയരുത്, എനിക്ക് അച്ഛനോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് ആ ചായ കുടിക്കാൻ ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചപ്പം എവൾ അതിനകത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്. അങ്ങനെ 3 ദിവസം എന്റെ അച്ഛന്റെ ഉച്ചി നെറുകുന്നലായിരുന്നു. പിന്നെ ഈ ഇൻഷുറൻസ് കിട്ടുന്ന കാര്യം നിങ്ങളെ പെങ്ങളൊന്നും വിളിച്ച് പറയണ്ട കേട്ടാ. അത് പറയാതിരുന്ന എങ്ങനെ ശരിയാവും? അവകാശികൾ ആരും ചോദിച്ചാ ഞാൻ എന്തോന്ന് പറയും? നേരായ മാർഗത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നങ്ങ് പറഞ്ഞാ മതി. പിന്നെ 20 ലക്ഷം രൂപ നാളെ തന്നെ കിട്ടൂലേ? എടി വെരിഫിക്കേഷൻ ആള് വന്ന് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞാലേ അക്കൗണ്ടിൽ കാശ് കയറത്തുള്ളൂ. 20 ലക്ഷം രൂപ കൈ കിട്ടിയിട്ട് വേണം ഈ വാടക വീടൊന്നും മാറി നല്ല പുതിയ വീടെടുക്കാൻ. എന്തിനാടി സാധാ വീടാക്കുന്നത്? ഒരു 2 നില വീട് തന്നെ വെച്ചൂടെ? ഹൈവേറെ സൈഡിൽ തന്നെ വേണം കേട്ടോ. ആ വീട്ടിലെ ഒരു സ്വിമ്മിംഗ് പൂള് കൂടെ പണിയണം. സ്വിമ്മിംഗ് പൂള് വേണ്ട. അതെന്താ? എനിക്ക് നീന്തൽ അറിയത്തില്ല. സ്വിമ്മിംഗ് പൂളിൽ മഗ് മുക്കി കുളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ. വാട്സാപ്പിലൂടെ പഠിക്കാം. വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെങ്കിലേ നീന്തലും പഠിക്കാം. അന്നൊരു ചായ കുടിച്ചതിന്റെ പേരിലാണ് ഞാൻ ഇപ്പൊ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. നിന്നെ പെണ്ണ് കാണാൻ വന്ന് അന്ന് ആ ചായ കുടിച്ചില്ലായിരുന്ന ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വരുമോ? എന്തോ കഷ്ടമാണ്. എന്തായാലും നീ പോയി ഒരു ചായ ഇട്ടുണ്ടോ? ചായ എടുക്കുന്നില്ല. അതെന്ത്? ഇനി നിങ്ങളൊന്നും കേൾക്കേണ്ടി വരൂല. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, പോയി ഒരു ചായ എടുത്തോണ്ട് വാ. അയ്യോ ഇതെന്തോ കോലവാടി, എന്റെ കൈയൊക്കെ അങ്ങ് ഉണങ്ങിപ്പോയല്ലോ. പക്ഷെ മുഖമൊക്കെ നല്ല വെളുത്ത് തുടുതുടായിരിക്കുന്നു. ചെല്ലി ചെന്നൊരു ചായ ഇട്ട് ചെല്ലി നല്ലൊരു ചായ ഇട്ടോണ്ട് വാ. എന്റെ ദൈവമേ, ഇപ്പൊ വെള്ളം കൂടി മുട്ടിയാനെ. എന്തോ പറയാനാന്ന്. നമുക്കിപ്പോ ഒരു 20 ലക്ഷം രൂപ കൈ കിട്ടിക്കഴിഞ്ഞാ അതിൽ നിന്നൊരു 15 ലക്ഷം രൂപ എന്തായാലും ഒരു വീട് വെക്കാനാവും. നിക്കറ് വരെ പറഞ്ഞു ഇതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ഒരു 4 ലക്ഷം രൂപ എന്തായാലും ഒരു കാറ് വാങ്ങിക്കണം, ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കാം. പിന്നെ ബാക്കി 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ ഞാൻ എന്തോ നീ അതെനിക്ക് തന്നേക്ക്. എന്റെ അച്ഛന്റെ ശബ്ദം മാത്രമല്ല ഫുൾ ബോഡി ഉണ്ട് മോനെ. ഞാൻ നിന്റെ അച്ഛനാ. അച്ഛനോ? ഇത്രയും കാലം എവിടായിരുന്നു? എനിക്ക് ഒരു ഉൾവിളി വന്നു, ഞാൻ നേരെ ഹിമാലയത്തിലേക്ക് വിട്ടു. ഈ ഉൾവിളി വന്നപ്പോ അടുത്ത റൂമിൽ കിടക്കുന്നവനെ ഉണർത്തി ഒന്ന് പറഞ്ഞിട്ട് പോയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? അല്ല, ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും അച്ഛനൊരു ഫോൺ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എന്റെ ആത്മീയതയിലേക്ക് കടക്കുവാണ്. അവിടെ ഫോണും മറ്റു ഉപകരണങ്ങളും ഒന്നുമില്ല. എടി സുലോചനെ, നീ വാടി, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്തോ മനുഷ്യ? ആണ്. അത് കൊള്ളാം. കാശ് കൈ കിട്ടുന്നതിന് മുമ്പ് അച്ഛന്റെ പ്രതിമയും വാങ്ങി വെച്ചോ? അത് പ്രതിമ അല്ലടേ, അതിന് ജീവനുണ്ട്. ഒന്ന് പോ മനുഷ്യ. നീ വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്ക്. പോ അവിടുന്ന്, എനിക്ക് പേടിയാ. പിന്നെ അങ്ങനെ അറിയും ജീവൻ ഉണ്ടായില്ലേന്ന്.
കാല് നില തുറക്കുന്നുണ്ടോ നോക്ക്, അന്നേരം പ്രേതമല്ല. അങ്ങനെയാണ് എന്റെ അച്ഛനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ജീവിതകാലം മൊത്തം അച്ഛൻ വെള്ളത്തിലായിരുന്നു. 24 മണിക്കൂറും അച്ഛന്റെ കാലിൽ നല്ല തുറക്കത്തില്ലായിരുന്നു. അയ്യോ, അപ്പന്റെ 20 ലക്ഷം രൂപ പോയേ. എന്താടാ മക്കളെ പ്രശ്നം? ഒന്നുമില്ല, പതുക്കെ പറയടി. നാളെ അവരിങ്ങോട്ടേക്ക് വരുമ്പോ അച്ഛനെ കണ്ട 20 ലക്ഷം രൂപ തരത്തില്ല. ഇപ്പൊ ഞാൻ എന്തോ നീ നാളെ ഒരു ദിവസത്തേക്ക് അച്ഛൻ എവിടെയും ഒന്ന് മാറ്റി നിർത്തണോ അല്ലേ? അച്ഛാ, പിന്നെ ഇല്ലേ, അച്ഛൻ പോയ ചേച്ചിക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു അച്ഛാ. അച്ഛൻ ഒരു കാര്യം ചേച്ചിയുടെ വീട്ടിൽ പോയി നില്ലേ. ഓഹോ, അപ്പൊ നിനക്ക് ഒരു പെണ്ണുമ്പിള്ളെ കിട്ടിയപ്പോ നിനക്ക് നിന്റെ അച്ഛനൊന്നും വേണ്ടല്ലേ? ശരിയടാ, ഞാൻ എന്റെ മൂത്ത മോളുടെ വീട്ടിലോട്ട് പോകാൻ പോവാ. അയ്യോ ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. എന്തുവാ? അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു വിടണ്ട. എടി നീ അല്ലേ പറഞ്ഞു വിടാ. ഇപ്പൊ പറഞ്ഞു വിടണത് എന്ത് കാര്യം? അച്ഛൻ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലേ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവത്തില്ലേ അച്ഛന് ജീവനോട് ഒരുപ്പുണ്ടെന്ന്. പിന്നെ ഇപ്പൊ എന്തോ നീ സർപ്രൈസ് അതങ്ങ് പറഞ്ഞേക്ക്. സർപ്രൈസ് ആന്ന് പറയാല്ലേ? അച്ഛാ, എന്താ എങ്ങനുണ്ട് എന്റെ സർപ്രൈസ്? സർപ്രൈസോ? പിന്നെ 10 വർഷം വരാതിരുന്ന് വന്നിട്ട് അച്ഛൻ നമുക്കൊരു സർപ്രൈസ് തന്നില്ലേ? അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ പറഞ്ഞ് ഞാനും അച്ഛനൊരു സർപ്രൈസ് തന്നതാ. ഇതൊരു വല്ലാത്ത സർപ്രൈസ് തന്നെ. പിന്നെ ഇല്ലേ, അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ല, ഞങ്ങളെ കണ്ടിട്ടുമില്ല. അതെന്താടാ അങ്ങനെ? നാട്ടുകാർക്കൊരു സർപ്രൈസ് ആവട്ടെ. ഇത് അതിന് വലിയൊരു സർപ്രൈസ് ആയി പോയി. പിന്നെ അച്ഛൻ നോണ്ട് ആ മുറിക്കകത്തോട്ട് കയറിക്കോ, ഞങ്ങൾ അച്ഛൻ അവിടെ ഇട്ട് പൂട്ടിക്കോളാം. എന്തിനാടാ പൂട്ടിയിടുന്നേ? അയ്യോ, പൂട്ടിയിടണല്ല. ഹിമാലയത്തിൽ പോയി ധ്യാനമൊക്കെ നടത്തിയിട്ട് വന്നതല്ലേ. അച്ഛൻ ചെന്ന് ഇത്തിരി റെസ്റ്റ് ഒക്കെ എടുക്ക്. വേണ്ട വേണ്ട, ഞാൻ കൊറേ ധ്യാനം ചെയ്തിട്ടാ വന്നേ. ഇനി ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല. പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? ദൈവം സഹായിച്ച് ആരും കണ്ടില്ല. ഓക്കെ, 20 ലക്ഷം രൂപ സേഫ്. പിന്നെ ആ കുന്നേല ദിവാകരൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ജോലി ചെയ്യായിരുന്നു. ഞാൻ അവനെ വിളിച്ചിട്ട് നമുക്കന്ന് കൂടണ്ടേന്ന് ചോദിച്ചു. 20 ലക്ഷം രൂപ ക്യാൻസൽ. ഇതിനെക്കാളും നല്ല അച്ഛൻ ആ 24 ചാനലിൽ പോയി പറഞ്ഞാ പോരായിരുന്നോ? കുഴപ്പമില്ലടാ, ഞാനത് പറഞ്ഞതും അവനേതോ പ്രയത്നോടക്ക് താലിറങ്ങി അങ്ങ് വീണ്. ഓക്കെ, 20 ലക്ഷം രൂപ വീണ്ടും സേഫ്. പിന്നെ മോനെ, ഞാൻ ആ ജംഗ്ഷനിൽ പോയിട്ട് എന്റെ കൂട്ടുകാരെയൊക്കെ കണ്ട് മുറുക്കിയിട്ടൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരാം. അയ്യോ, അച്ഛൻ തെറ്റി പോണ്ടാ. എന്താടാ? അച്ഛന് മുറുക്കാൻ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ എനിക്ക് കാണണ്ടേ? അച്ഛന് വരാൻ ഞാൻ കണ്ടോളാം കൂട്ടുകാരെ. എന്റെ കൂട്ടുകാർ ഈ കണ്ടിട്ട് എന്താടാ കിട്ടാനുള്ളത്? അത് കുഴപ്പമില്ല, അച്ഛൻ ഇവിടെ വന്നിരുന്നേ. അച്ഛൻ ജംഗ്ഷനിൽ ഒന്നും പോണ്ട, അച്ഛന് മുറുക്കാനൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നോളാം അച്ഛാ. പറ്റത്തില്ല, എനിക്ക് ജംഗ്ഷനിൽ പോണം. അയ്യോ, അച്ഛൻ പോണ്ടെന്ന്. അച്ഛൻ എന്തു കഷ്ടമായ അച്ഛൻ. എന്നാ പിന്നെ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേ. എടി, അച്ഛൻ്റെ അടുത്ത് പറയാടി, വേറെ വഴിയൊന്നും ഇല്ലടി. എന്തോ കഷ്ടം നോക്കണേ, പോയി പറ. അച്ഛാ, അച്ഛന് ഒരു 20 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാന്ന് വിചാരിച്ചോ. ആ ലോട്ടറി ഒരാൾ കൊണ്ട് കളഞ്ഞെന്ന് വിചാരിച്ചോ. അച്ഛൻ അയാളെ എന്തോ നീ കൊല്ലും ഞാൻ. ഓ, പക്ഷെ എനിക്ക് കൊല്ലാൻ പറ്റത്തില്ല. അതെന്റെ അച്ഛനായി പോയി. മനസ്സിലായില്ല. അത് പിന്നെ അച്ഛൻ ഹിമാലയത്തിൽ പോയല്ലോ. അപ്പൊ അച്ഛൻ മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസുകാര് ഒരു 20 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അവരത് തരത്തില്ല അച്ഛാ. ഓഹോ, അപ്പൊ ഇതിനായിരുന്നല്ലേ എന്റെ മോൻ അച്ഛനോട് ഇത്രയും നേരം സ്നേഹം കാണിച്ചത്. എന്റെ കഥ കഴിയാൻ കാത്തുകയായിരുന്നല്ലേടാ പൈസ മേടിക്കാൻ. അത് പിന്നെ അച്ഛാ കൈ കിട്ടിയതല്ലേ, കൊണ്ട് കളയണ്ടല്ലോ. പ്ലീസ് അച്ഛാ, പോവല്ലച്ചാ. അച്ഛൻ ആ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ചോണ്ട് വരാ അച്ഛാ, പ്ലീസ് അച്ഛാ. പോത്തില്ല. ഓ, ഭാഗ്യമായി. അല്ല, അച്ഛൻ എന്തിനാണ് ഹിമാലയത്തിൽ നിന്ന് കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്? അതെ, ഈ ഹിമാലയത്തിൽ പോയപ്പോ അവിടെ ഈ ഫുഡ് കഴിച്ചതിന്റെയും പൂജ ചെയ്തതിന്റെ ഒക്കെ 1 ലക്ഷം രൂപ കടമായിട്ട് നിൽക്കുന്നുണ്ട്. അത് എന്റെ മോന്റെ അടുത്തുനിന്ന് വാങ്ങാൻ അച്ഛൻ ഇങ്ങോട്ട് വന്നേ. അതിനിപ്പോ എന്താ, 20 ലക്ഷം രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞാ അപ്പൊ തന്നെ 1 ലക്ഷം രൂപ ഞാൻ അച്ഛൻ അങ്ങ് തരും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തോന്ന്? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ ആ പഞ്ചായത്ത് ഓഫീസിലൊന്ന് കേറി. എന്തിന്? എന്റെ പെൻഷനൊക്കെ വന്നിട്ടുണ്ടോന്നൊന്ന് ചോദിക്കാൻ. എന്റെ ഈശ്വര, 1600 രൂപയുടെ പെൻഷന് വേണ്ടി 20 ലക്ഷം രൂപ കളഞ്ഞിട്ട് വന്നേക്കുന്ന മുതലാളല്ലേ ഇതെന്റെ ദൈവമേ. എന്റെ മോൻ പോയിട്ട് അച്ഛന് മുറുക്കാനും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചോണ്ട് പോവാ. കാലി കുരു ഒന്നുമില്ലല്ലോ, പോയി തനിയെ മേടിച്ചോണ്ടാ മതി.